ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് എന്താണ്, അത് നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ, അത് എത്ര വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ റെസനേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായും സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ആദ്യം തന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ സന്തോഷകരമായ രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നല്ലൊരു കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. തീർച്ചയായും വളരെയധികം വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഒരു ഇരുട്ട് അല്ലെങ്കിൽ ഒരു പുക നിറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഒരുപാട് വിഷമം നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഊർജം ലഭിക്കുന്നില്ല. മുന്നോട്ട് പോകുന്നതിന് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നില്ല. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുക, അത്തരത്തിലൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്. മുന്നോട്ട് എങ്ങനെ പോകണം അല്ലെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലമായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ വീണിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിശ്വാസവും സന്തോഷവും എല്ലാം തിരികെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവധികമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അത്തരത്തിൽ നിങ്ങളെല്ലാം കൊണ്ടും ഒരു നഷ്ടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് അതിൽ പോലും പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവറിനെ തിരിച്ചറിയേണ്ട സമയമാണ്. ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം. അതിന് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. മാത്രമല്ല നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്യുക. നിങ്ങൾ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം. ഒരുപക്ഷെ ആദ്യമൊക്കെ നിങ്ങളുടെ വിഷമങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ലൈഫിലുടനീളം നിങ്ങൾക്ക് അങ്ങനെയൊരു സപ്പോർട്ട് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടൊരു ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ പിന്തുണ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സ്വയം നിങ്ങളുടെ എനർജി പുറത്തെടുത്ത് കഴിവുകൾ പുറത്തെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം നിങ്ങൾക്കൊപ്പം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മുന്നിട്ടിറങ്ങണം. അല്ലാതെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വേദനിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ലിമിറ്റിനപ്പുറം ആരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മളായിട്ട് തന്നെ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങുമ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാനാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഊർജം പുറത്തെടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഊർജം പുറത്തെടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. തീർച്ചയായും ചില വ്യക്തികളുടെ കുത്തിത്തിരിപ്പ് മൂലം നിങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ അവഗണന, അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യം, ഇതെല്ലാം നിങ്ങൾ നേരിടുന്നവരാണ്. തീർച്ചയായും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു പുതിയ ജീവിതം ആഗ്രഹിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലൊരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. അതുമാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അർഹിക്കുന്ന തരത്തിൽ ഒരു സ്നേഹം നൽകുവാൻ എത്തുന്ന സമയമാണ് ഇനിയുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇവിടെ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നുറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങളെ പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, കോടതി വിധി കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഒരുപക്ഷെ ഡൈവേഴ്സ് കേസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസാവാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. എല്ലാവിധ സന്തോഷവും സമാധാനവും സമൃദ്ധിയും അതുപോലെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അങ്ങനെ എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് അർത്ഥമാക്കുന്നത്. അതായത് ഇത് അബണ്ടൻസിൻ്റെ ഒരു കാർഡാണ്. ഇനി നിങ്ങളുടെ സമയമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അർഹമായിട്ടുള്ളത് എന്താണോ, അത് പണമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് വന്നെത്താനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളൊരു ജോബ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്നും പണമോ മറ്റോ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ജോലി നോക്കുന്ന വ്യക്തിയാണെങ്കിൽ
അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ കൺഫ്യൂഷനാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയെ ഓർത്തിട്ടാകാം, അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ഓർത്തിട്ടാകാം. നിങ്ങൾക്കൊന്നും ഫേസ് ചെയ്യാനോ പറ്റുന്നില്ല. നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ ഒരു ഇരുട്ടിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വരണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും തിരിച്ചറിയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ തീർച്ചയായും കടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് കറക്റ്റ് ടൈമിൽ തന്നെയാണ്. നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനും അല്ലെങ്കിൽ ബിസിനസ്സിൽ സഹായിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ സഹായത്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർന്നു വരാനും ഒക്കെ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാറ്റിനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ഈശ്വര ശക്തിയാണെങ്കിൽ പോലും ആ ഒരു ശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാനായിട്ട് ഒരുപാട് സമയം നിങ്ങൾ കാത്തിരിക്കണമോ എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം. തീർച്ചയായും അത് എത്രയും വേഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.